ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫീത. ഇന്ന് നമ്മളുടെ ഫ്ലവർ സീരീസിലെ 5th ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ. ഇന്ന് നമ്മൾ പാൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. നോർമലി നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫ്ലവർ അല്ല. അത് മാത്രമല്ല, ഈ ഒരു ഫ്ലവർ പൊതുവേ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആൾക്കാർക്കും കേട്ട് അത്ര പരിചിതമായിരിക്കില്ല. അല്ലെങ്കിൽ ഈ ഫ്ലവേഴ്സൊക്കെ പ്ലാന്റിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും ഐഡിയ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത് എനിക്ക് സജസ്റ്റ് ചെയ്തത് ജെമിനിയാണ് കേട്ടോ. ചെയ്തതിൽ ഉള്ളതല്ലാത്ത കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ നോക്കിയ സമയത്ത് എനിക്ക് സജഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഭാഗത്ത് നമ്മൾ യെല്ലോ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനിൽ വരുന്നൊരു ത്രെഡാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലെ ഭാഗത്തുള്ള കളർ കോമ്പിനേഷനാണ് ഈ ഫ്ലവറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ത്രെഡിൽ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചുറ്റിലും ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റിലും കൂടെ നമ്മളൊരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ട് അടുത്ത് ഒരു ലെയറും കൂടെ ചുറ്റിലും ഇതേപോലെ ലോങ് ആൻഡ് ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് കുറച്ചും കൂടെ വേണം തോന്നിയപ്പോൾ ഞാൻ സെയിം സംഭവം ഓപ്പോസിറ്റും റിവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പോർഷൻ എത്തിയപ്പോൾ നമ്മളുടെ ഉള്ളിലേക്കുള്ള ആ ഒരു പോർഷൻ ഓൾമോസ്റ്റ് ആയി. ഇനി നമ്മൾ ഇതിൻ്റെ ചുറ്റിലും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പർപ്പിൾ കളർ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ചുറ്റിലും വരുന്ന പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സാറ്റിൻ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പോർഷൻ നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ലോങ് ആൻഡ് ഷോർട്ട് പോലെ തന്നെയാണ് പർപ്പിളിൻ്റെ സ്റ്റിച്ചും വരിക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എതിളുകളൊക്കെ വരുന്ന അറ്റത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇറഗുലറായിട്ട് വെച്ചതാണ് ഈ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആ ഒരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫുള്ള് ചുറ്റും ചെയ്തതിന് ശേഷം നമ്മൾ ബുള്ളിയൻ നോട്ടിൻ്റെ സ്റ്റിച്ച് വെച്ചിട്ട് ഇതിൽ ഔട്ട്ലൈൻ ആയിട്ട് വരുന്ന പോർഷൻസൊക്കെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചുറ്റിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ നടുവിലെ ഭാഗത്ത് ഒരു പ്രത്യേക പാറ്റേൺ വരുന്നുണ്ട്. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ ത്രെഡ് വെച്ചിട്ട് വീണ്ടും ഒരു 2 ബുള്ളിയൻ ഈ സെൻറ്ററിലെ ഭാഗത്തൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേർവായിട്ട് വരുന്ന രീതിയിൽ, അതായത് കുറച്ച് ഗ്യാപ്പ് മാത്രം വെച്ചിട്ട് കൂടുതൽ ലൂപ്പ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സെൻറ്ററിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മളൊരു വലിയ ഫ്രഞ്ച് നോട്ട്, കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ. അവിടെ ശരിക്കും ഫ്ലവറിന് യെല്ലോ കളറാണ് വരിക, പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു ഭംഗിക്ക് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട് ഈ ഫ്ലവർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.